സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവണ്ണയിൽ യോഗം ചേർന്നു. ക്ഷീര കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും മേറ്റുമാരുടെയും യോഗമാണ് ഇന്ന് ചേർന്നത്. മഴക്കാലപൂർവ്വ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗ തീരുമാനപ്രകാരമാണ് വിവിധ മേഖലകളിലുള്ളവരുടെ യോഗം 15, 16, 17 തീയതികളിൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരുന്നത്. പഞ്ചായത്ത് പരിധിയിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന്റെ ഭാഗമായാണ് വിവിധ മേഖലകളിൽ ഉള്ളവരുടെ യോഗം ചേർന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി 14-ാം തീയതി എടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അടിയന്തര യോഗം ചേരുകയുണ്ടായി. കേന്ദ്ര യോഗത്തിൻ്റെ തീരുമാനപ്രകാരം 15, 16, 17 തീയതികളിൽ പഞ്ചായത്തിനകത്തുള്ള എല്ലാ വാർഡുകളിലും വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റി ചേരണമെന്നും അത് ഫലപ്രദമായി ചേർന്നുകൊണ്ട് 18, 19 തീയതികളിൽ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ പരിസരവും പ്രദേശങ്ങളാകെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്നുള്ളതും. ഇതിൻ്റെ ഭാഗമായി വിവിധ തലങ്ങളിലുള്ള യോഗങ്ങൾ ഇന്നലെയും ഇന്നും നാളെയുമായി പഞ്ചായത്തിനകത്ത് നടക്കുകയാണ്. ഇന്നും വിവിധ യോഗങ്ങൾ നടക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ ക്ഷീരകർഷകരുടെ യോഗം നടന്നു. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റുമാരുടെ യോഗം. കൂടുതലും പകർച്ചവ്യാധികൾ കടന്നുപിടിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ കർഷകരുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുണ്ട്. തുടർന്ന് നാളെ നമ്മുടെ കുടുംബശ്രീയിലെ ആരോഗ്യ വളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം നടക്കുക. ഈ യോഗത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട തീരുമാനവും അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ഒരു സഹകരണം നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ഈ 18, 19 നടക്കുന്ന ജനകീയ പ്രീ മൺസൂൺ ക്യാമ്പയിനിൽ എല്ലാവിധ സഹായവും എല്ലാ ജനങ്ങളിൽ നിന്ന് ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷനായ യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT അൻവർ, എടവണ്ണ കൃഷി ഓഫീസർ അഞ്ജലി, എടവണ്ണ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ അരഞ്ഞിക്കൽ, കൃഷി അസിസ്റ്റന്റ് ജയപ്രകാശ്, അനൂപ്, സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും പനിയോടൊപ്പം പേശീവേദനയും തോന്നുമെങ്കിൽ ഒരു ഡോസ് ഡോക്സിസൈക്ലിൻ കഴിക്കുക. 200 മില്ലിഗ്രാമാണ് ഒരു ഡോസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 200 മില്ലിഗ്രാമിന്റെ ഒരു ഗുളിക ആയിരിക്കാം, അല്ലെങ്കിൽ 100 മില്ലിഗ്രാമിന്റെ 2 ഗുളിക ആയിരിക്കാം. ഒരു ഡോസ് ഡോക്സിസൈക്ലിൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എലിപ്പനി മൂലമുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് തരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് എലിപ്പനി രോഗം പിടിപെട്ടുള്ള മരണങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമാണ് നമുക്ക് എലിപ്പനി രോഗത്തെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഏറ്റവും കൂടുതൽ എലിപ്പനി രോഗം നമ്മുടെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടും നമ്മുടെ പഞ്ചായത്തിൽ എലിപ്പനി രോഗമുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ നമ്മുടെ സമൂഹം ഒന്നിച്ച് നമ്മൾ അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറാവുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ എലിപ്പനി രോഗം ഉണ്ടാകുമ്പോൾ ഇത്തരം മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഇവർ പലരും തയ്യാറാവുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ആ മരണങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഒഴിവാക്കാൻ കഴിയുന്നത് എന്നത് വലിയ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഈ സന്ദേശം ഇനിയും നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടതെന്നാണ് സൂചിപ്പിക്കുന്നത്. മഞ്ഞപ്പിത്ത രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലെയോ അല്ലെങ്കിൽ ഡെങ്കിപ്പനി രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന പോലെയോ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അസുഖമല്ല എലിപ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എലിപ്പനി രോഗം ഒരുപക്ഷെ നമ്മുടെ പഞ്ചായത്ത് ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം എലിപ്പനി രോഗാദികളുള്ള നിരവധി
മൃഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉള്ളത് കൊണ്ടാവണം ഒരുപക്ഷെ ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എലിപ്പനി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് എലിപ്പനി രോഗത്തിന്റെ പകർച്ചയ്ക്ക് ഇനിയും വലിയ സാധ്യത ഉണ്ടാവും. പക്ഷെ ആ സാധ്യതകളിലും എലിപ്പനി രോഗം പിടിപെട്ട് ഒരാൾ പോലും മരിക്കില്ല എന്ന് ഉറപ്പാക്കാൻ നമ്മുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെയും ഇന്നും നാളെയുമായി വാർഡ് തല യോഗങ്ങൾ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും 1-2 വാർഡ് മീറ്റിംഗ് ഈ തിരക്കിനിടയ്ക്കൊക്കെ തന്നെ 1-2 വാർഡ് മീറ്റിംഗിലൊക്കെ ഞാനും പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വിപുലമായ വാർഡ് മീറ്റിംഗുകളാണ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. 50-100 ആളുകളൊക്കെ പങ്കെടുക്കുന്ന വാർഡ് തല മീറ്റിംഗുകളാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നടക്കുന്നത് എന്നതും വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.